Hello everyone and welcome back to our class on Company Accounts. Presentation 9 നമ്മൾ work out ചെയ്യും. Rashmi Limited issued at par 1 lakh equity shares of 10 each payable, 2.5 on application, 3 on allotment, 2 on first call and balance on final call. All the shares were fully subscribed. Mr. Nair, who had held 10,000 shares, paid full remaining amount on first call itself. The final call, which was made after 3 months from first call, was fully paid except a shareholder having 1,000 shares who paid his due amount after 2 months along with interest on calls and arrears. Company also paid calls in advance to Mr. Nair, give journal entries to record this transaction. So, ഏറ്റവും ആദ്യം തൊട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ issued at par ആണ്, അതായത് പ്രീമിയം ഒന്നുമല്ല, 1 lakh 10 rupees ഷെയർ 10 rupees തന്നെ കൊടുത്തത് ആൻഡ് ഫുള്ളി സബ്സ്ക്രിപ്ഷൻ, അതായത് പ്രോ റേറ്റ് ഒന്നും തന്നെ ഇല്ല. സോ therefore ആദ്യത്തെ ആ എൻട്രി തൊട്ട് നമ്മൾക്ക് റെക്കോർഡ് ചെയ്ത് തുടങ്ങാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 9. ഡേറ്റ്സ് ഡേറ്റ്സ് ഒന്നും നമ്മൾക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ഡേറ്റ് ഒന്നും എഴുതാതെ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. So first entry being bank account, application money receiving. So fully subscribed ആയത് കാരണം 1 lakh shares in application money 2.5 rupees. So 2.5 rupees എന്ന് പറയുമ്പോൾ 2,50,000 shares. Sorry, 2,50,000 rupees. To is it equity share? Yes, equity share capital തന്നെ application തന്നെ എഴുതാം. To equity share application 2,50,000, and immediately I'll transfer it to capital. Allotment in the date ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഒന്നും തരാത്ത സ്ഥിതിക്ക് അടുത്ത ഓർഡറിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. So to equity share capital 2,50,000. So once these entries are done, we move on to allotment stage. അലോട്ട്മെന്റിൽ 3 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ അഡ്വാൻസിനെ കുറിച്ചൊക്കെ പറയുന്നത് ഫസ്റ്റ് കോളിന്റെ സമയത്താണ്. സോ അലോട്ട്മെന്റ് നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാവുന്നത് 3 രൂപ വീതമാണ് കളക്ട് ചെയ്യുന്നത്. സോ അലോട്ട്മെന്റ് ആദ്യമേ റെക്കോർഡ് ചെയ്യേണ്ടത് ഡ്യൂ എൻട്രി ആണ്. സോ ഇക്വിറ്റി ഷെയർ allotment account debit to equity share capital 1 lakh into 3, which is 3 lakh rupees, and it was received also. So therefore bank account debit to equity share allotment 3 lakh rupees. So now that allotmentum എഴുതിയ സ്ഥിതിക്ക് അടുത്തത് ഷെയർ ഫസ്റ്റ് കോളിൽ ഡ്യൂ ആണ്. 2 rupees വെച്ചിട്ടാണ് ഡ്യൂ ആകുന്നത്. അതും നമ്മൾക്ക് വലിയ പാടില്ലാതെ എഴുതി പോകാം. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് 1 lakh into 2, 2 lakh to equity share capital 2 lakh. സോ അടുത്ത എൻട്രി എഴുതുമ്പോഴാണ് നമ്മൾ എന്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഒരു അഡ്വാൻസ് നമുക്ക് കിട്ടുന്നത്, അതായത് മിസ്റ്റർ നായർ who held 10,000 shares paid full remaining amount on first call itself. അപ്പോൾ എത്രയാണ് ഫസ്റ്റ് ഫൈനൽ കോളിൽ നമുക്ക് കിട്ടേണ്ട എമൗണ്ട്? 10 രൂപ ഷെയറിൽ ആപ്ലിക്കേഷനിൽ 2.5 കിട്ടി, അലോട്ട്മെന്റിൽ 3 കിട്ടി, ഫസ്റ്റ് കോളിൽ 2 കിട്ടി. അപ്പോൾ ഇനിയും ഒരു 2.5 രൂപയാണ് കിട്ടാനുള്ളത്. അപ്പം മിസ്റ്റർ നായർ അയാൾ ഫസ്റ്റ് കോളിൽ 2 രൂപ വിളിച്ചപ്പോൾ ഫസ്റ്റ് കോളിന്റെ 2ഉം ബാക്കിയുള്ള 2.5 രൂപയും കൂടെ ചേർത്താണ് തന്നതെന്ന് പറയുന്നു. സോ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്രയാണ് വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ഇനി അരിയറുകളെല്ലാം ആ കേസിലുണ്ടോ എന്ന് നോക്കുക. ഇല്ല, അരിയർ പറയുന്നത് ഫൈനൽ കോളിലാണ്. സോ therefore ഫസ്റ്റ് കോളിന്റെ സമയത്ത് കോൾസിന് അഡ്വാൻസ് മാത്രമേ ഉള്ളൂ. സോ 1 lakh ഷെയർസിന് ഫുൾ 2 രൂപയും കിട്ടി, പ്ലസ് മിസ്റ്റർ നായർ തന്ന 10,000 ഷെയർസിന്റെ 2.5 രൂപ ഫൈനൽ കോളിലും കൂടെ നമുക്ക് അഡീഷണലി കിട്ടിയിട്ടുണ്ട്. സോ therefore I have received
2,25,000 totally in my bank account. And അതിൽ equity share first കോളിലേക്ക് എത്രയേ പാടുള്ളൂ അല്ലെങ്കിൽ എത്രയേ ട്രാൻസ്ഫർ വരുന്നുള്ളൂ 2 lakh rupees, which was actually due this time. Remaining was calls in advance given by Mr. Nair, and that is my liability till it is actually due for receipt. So therefore calls in advance എന്ന് പറഞ്ഞ് ഞാൻ credit ചെയ്യും 25,000 രൂപ. Yeah, so I have recorded that. Now the next entry. The final call, which was made after 3 months from first call, was fully paid except a shareholder having 1,000 shares who paid his due amount after 2 months along with interest on calls and arrears. Company also paid interest on calls and advance to Mr. Nair. അപ്പോൾ company calls and advance pay ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. So calls and advance ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര മാസത്തെ ഇൻട്രസ്റ്റ് ആണ് നായറിന് നമ്മൾ കൊടുക്കേണ്ടത്? എന്നാണ് ഫൈനൽ കോൾ ഡ്യൂ ആകുന്നത്? 3 മാസങ്ങൾക്ക് ശേഷം, അതായത് ഫസ്റ്റ് കോൾ വിളിച്ച് 3 മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഞാൻ തിയറിയിൽ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും നിങ്ങളോടത് പറയാനത് ലോജിക്കലി നമ്മൾക്കൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അയാൾ തന്നിരിക്കുന്നത് പൈസ ഇമാജിൻ 1st ഫെബ്രുവരിയിലാണെന്ന് വെക്കാം, അന്നാണ് അയാൾ തന്നത്. ശരിക്കും അയാൾ തരേണ്ടിയിരുന്നത് ഈ ഫസ്റ്റ് കോൾ കിട്ടിയതിന് 3 മാസങ്ങൾക്ക് ശേഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര നാളാണ് ആ പൈസ എക്സ്ട്രാ കമ്പനിയുടെ കയ്യിൽ വരുന്നത്? 3 മന്ത്സിനല്ലേ. സോ ഹൗ മെനി മന്ത്സ് ഇൻട്രസ്റ്റ് ഷുഡ് കമ്പനി പേ? ആ എക്സ്ട്രാ പീരീഡ്, അതായത് 3 മന്ത്സ്, വിച്ച് മീൻസ് യു ക്യാൻ ഫോർമുല വൈസ് പറയുകയാണെങ്കിൽ the day from when he paid in advance to the day is actually liable to pay അല്ലെങ്കിൽ due for payment അന്ന് വരെ. ഇനി ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ആൻഡ് അരിയേഴ്സ് ആണെങ്കിലോ, കോൾസ് ആൻഡ് അരിയേഴ്സ് ആണെങ്കിൽ തിരിച്ചാണ്, നമ്മൾ കമ്പനി റിക്വസ്റ്റ് ചെയ്തു, ഷെയർ ഹോൾഡർ ആണ് തരാത്തത്, അവർക്കപ്പോൾ ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നത്? എന്താണോ ഡ്യൂ ആയത് അന്ന് തൊട്ട് അയാൾ ആക്ച്വലി എന്ന് തന്നു ആ പീരീഡിനായിരിക്കും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അത് ലോജിക്കലി മനസ്സിലാക്കാവുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഫോർമുല അല്ലെങ്കിൽ ഹിയർ സ്പെസിഫിക്കലി പറയാനുള്ളത്. സോ വി ഹാവ് കോൾസ് ഇൻ അഡ്വാൻസ് 3 മാസത്തേക്കാണ് ഉണ്ടായിരുന്നത്. സോ 3 മാസത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും ആർക്ക് കൊടുക്കേണ്ടത്? we have to give Mr. Nair. ഇനി ഡേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ആ ഓർഡറിൽ എഴുതാം. നമ്മുടെ ഡേറ്റ്സ് തരാത്ത കാരണം ഫൈനൽ കോളും ഇൻട്രസ്റ്റും എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതി. സോ ലെറ്റ് us first record the final call being due. ഫൈനൽ കോൾ being due എന്തായിരുന്നു? ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ. ഇവിടെ ഫൈനൽ കോൾ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ പേര് തന്നെ യൂസ് ചെയ്യുക. ഫൈനൽ കോൾ എന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് കോൾ എന്ന് വേണമെങ്കിൽ എഴുതാം, പക്ഷെ പൊതുവെ അവസാനത്തെ കോളിന് ഫൈനൽ കോൾ എന്നാണ് പറയുന്നത്. ഇനി ഒറ്റ കോളേ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ കോൾ എന്ന് എഴുതിയാലും തെറ്റില്ല. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. I was supposed to get 1 lakh in mail 2.5 rupees. That is 2,50,000 ആയിരുന്നു I was supposed to get. So this is my due entry. The next being I have to record the amount that I have actually received in bank. How much will I actually receive in bank? 1 lakh shareholders ആണ് തരേണ്ടത്, അല്ലെ 1 lakh ഷെയർസിനാണ് പൈസ കിട്ടുക. അതിൽ മിസ്റ്റർ നായർ ഓൾറെഡി തന്നു കഴിഞ്ഞു. അപ്പോൾ അയാൾ ഇനി തരേണ്ട കാര്യമുണ്ടോ? ഇല്ല. നായറിന്റെ 10,000 രൂപ തരേണ്ട കാര്യം. അത് കൂടാതെ ഒരു അഡീഷണൽ ഷെയർ ഹോൾഡർ, അയാൾക്ക് 1000 ഷെയർസ് ഉള്ള ആളും ഈ ഫൈനൽ കോളിന്റെ പൈസ ചോദിച്ച ആ സമയത്ത് തന്നില്ല. So which means that is also not received in my bank. So therefore I can say 1 lakhil നിന്നും 10,000 1,000 കുറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്, which is nothing but 89,000 rupees. How much should I close the final call with? അത് ഷെയർ ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും തന്നെയാണ് നമ്മൾ 89,000 അല്ലേ ഇവിടെ എഴുതേണ്ടത്? 89,000 into 2.5. Sorry, 2,89,000 is the number of shares. അതിന്മേൽ 200 രൂപ കിട്ടുന്നുണ്ട്. സോ 2,22,500 ബാങ്കിലേക്ക് കിട്ടി. ഷെയർ ഫൈനൽ കോളിലേക്ക് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഫുൾ 2,50,000 which I was due to receive. അതിൽ കോൾസ് ആൻഡ് അഡ്വാൻസ് നേരത്തെ കിട്ടിയത് അന്ന് ഞാൻ ലയബിലിറ്റി ആയിട്ട് എഴുതി മാറ്റി വെച്ചു. ഇന്ന് when it is actually due and I have received the entire receipts, I can debit and close. So therefore already credit ഇട്ട കോൾസ് ആൻഡ് അഡ്വാൻസിനെ ഞാൻ ഡെബിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യും.
calls in advance account debit. How much was it? 10,000 in the 2.5, which was 25,000 rupees. And also I have a calls in arrear, which is another debit. കാരണം എന്താണ് another debit? ക്യാപിറ്റലിൽ നിന്ന് നമ്മളിത് കുറയ്ക്കാൻ പോവുകയാണ്, കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് അല്ലെ പെയ്ഡ് അപ്പിലേക്ക് എത്താൻ. സോ ദാറ്റ് ഈസ് ഓൾസോ another debit balance. Calls in arrears. How much shares ആണ് calls in? 1000 ഷെയർസിന് 2.5 രൂപ വീതം. So 1000 into 2.5 being 2,500. Now if you check, the entire debits and credits will get tallied. So 25,000 plus 2,500 plus 2,22,500 is going to be the entire 2,50,000. So calls in advance close ആയിപ്പോയി. Calls in arrear debit balance ആയിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അയാൾ തരുന്നതിന് മുൻപ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിലെ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഈ കോൾസ് ഇൻ അരിയേഴ്സിനെ കുറച്ചിട്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലേക്ക് എത്തും. സോ നമ്മൾ ഇത് രണ്ടും റെക്കോർഡ് ചെയ്യും. ഇനി എന്താണ് റെക്കോർഡ് ചെയ്യാനുള്ളത്? ഇവർക്കൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? സോ നായറിന് കൊടുത്ത ഇൻട്രസ്റ്റിനെ കുറിച്ച് ആദ്യം നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം. എന്തായിരിക്കും എൻട്രി വരാൻ പോകുന്നത്? ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെ എഴുതിക്കൊള്ളുക. ബിക്കോസ് നമുക്കറിയാം ഏത് ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുള്ളത്. ആ പ്രിഫറൻസ് കൊടുത്തത് ആ ഒരു പ്രീഫിക്സ് കൊടുത്തത് പ്രിഫറൻസ് ഷെയർസ് ആയിരുന്നെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇക്വിറ്റി ആയത് കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് നമ്മൾക്ക് പറയാം. സോ നായറിന്റെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾക്ക് ആദ്യം അങ്ങനെ ഓർഡർ ഒന്നുമില്ല, ഡേറ്റ് ഒന്നും പ്രത്യേകിച്ച് പറയാത്തത് കൊണ്ട്. പക്ഷെ എന്നാലും 3 months കോളിന്റെ ആ സമയത്ത് നമ്മൾ പേയ്മെന്റ് ഫൈനൽ കോൾ ഡ്യൂ ആയി പേയ്മെന്റ്സ് റിസീവ് ചെയ്യുമ്പോൾ ഐഡിയലി സ്പീക്കിംഗ് നായറിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതാണ്. സോ അത് ആദ്യം നമ്മൾക്ക് എഴുതാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവാണ്. സോ വിച്ച് മീൻസ് ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റ്. And whom should I pay it to? I should pay it to the equity shareholders. ഇവിടെ മിസ്റ്റർ നായർ എന്നുള്ള പേര് എഴുതണ്ട, അത് ബ്രാക്കറ്റിൽ നറേഷൻ എഴുതുമ്പോൾ മാത്രം എഴുതണം. എത്ര രൂപയാണ് അയാൾക്ക് കൊടുക്കുന്നത്? അയാൾ തന്ന കോൾസ് ഇൻ അഡ്വാൻസ് എത്ര രൂപയായിരുന്നു? 25,000 rupees ആയിരുന്നു അല്ലേ? സോ 25,000 rupeesന്മേലാണ് ഞാൻ കോൾസ് ഇൻ അഡ്വാൻസിന്മേലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഇനി കോൾസ് ഇൻ അഡ്വാൻസിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന മാക്സിമം പെർസെൻറ്റേജ് ആയ 12% കൊടുക്കുക. സോ 12% അപ്ലൈ ചെയ്യും. എത്ര മാസമാണ് അയാൾ ഇത് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾക്ക് തന്നത്? We can see that the final call which was made after 3 months from first call. So first callന്റെ സമയത്ത് തന്നെ അയാൾ തന്നെങ്കിൽ 3 മാസങ്ങൾക്ക് ശേഷം തരേണ്ട ഫൈനൽ കോളിലാണ് അയാൾ നേരത്തെ തന്നത്. Which means the company had this excess money at their disposal for 3 months. അപ്പോൾ 3 monthsനായിരിക്കണം നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. So which is going to be 750 rupees. Yeah, 750. And narration എഴുതിക്കൊള്ളുക, interest due to Mr. Nair being 750. Now immediately I have to pay it also. How will I pay it? Equity shareholders in a debit ചെയ്യും. And I'll pay through my bank 750. ഇനി പി ആൻഡ് എൻട്രി എഴുതണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ഏറ്റവും അവസാനം എല്ലാ ഇൻട്രസ്റ്റും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എഴുതി. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ ആണ്. വൈ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ? ബിക്കോസ് എന്നാണോ ഫൈനൽ കോൾ ഡ്യൂ ആകുന്നത് അന്ന് അയാൾ തന്നില്ല, പക്ഷെ 2 മാസങ്ങൾക്ക് ശേഷം who paid his due amount after 2 months along with interest എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫൈനൽ കോൾ തരേണ്ട അത് കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷം അയാൾ പൈസ തന്നു അല്ലേ? അപ്പോൾ പൈസ തന്നപ്പോൾ കോൾസ് ഇൻ അരിയറിന് നമ്മൾക്ക് പൈസ കിട്ടി, ഇൻട്രസ്റ്റിനും നമ്മൾക്ക് പൈസ കിട്ടി. അപ്പം നമുക്ക് ആദ്യമേ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന എൻട്രി എഴുതിയിട്ട് പൈസ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് എഴുതാം. സോ ഫസ്റ്റ് amount interest on calls in arrear is an income for the company. So who has to pay that? The equity shareholder who has defaulted. So we will debit equity shareholder as he is a receivable in this case. 2, interest on calls in arrears. And how much is the amount? He didn't pay me how much? 2,500 ആണ് അയാൾ അരിയർ വരുന്നത്.
ഇപ്പോൾ 2500 രൂപയ്ക്കാണ് ഇൻട്രസ്റ്റ് അയാൾ നമുക്ക് തരുന്നത്. എത്രയാണ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടില്ലെങ്കിൽ 10%. ആൻഡ് ഹൗ മെനി മന്ത്സ് ഡിഡ് ഹി ഡിലേ? ആക്ച്വലി തരേണ്ട ദിവസം തൊട്ട് എന്നാണോ അയാൾ തന്നത് അതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്, വിച്ച് വാസ് 2 months എന്നാണ് പറയുന്നത്. സോ therefore he should give me 41.66 സംതിങ്. അപ്പോൾ നമുക്കത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 41.67 എന്നോ അല്ലെങ്കിൽ വേണമെങ്കിൽ 42 എന്ന് വേണമെങ്കിലും എഴുതാം. Just going to round it up to 2 decimals. So 41.67 അയാൾ തരണം along with അയാൾ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് തരാൻ പോകുന്നത് അല്ല, കോൾ മണിയും കൂടെ അയാൾ തരണമല്ലേ. സോ അടുത്തത് അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് പൈസ കിട്ടുന്നതാണ്. സോ when he gives me money, he'll give me 2,500 for the calls in area plus the interest on calls in area, which means in my bank I receive 2,541.67 against calls in area. ഓൾറെഡി ഒരു ഡെബിറ്റ് ബാലൻസ് ആണ്. ആ പൈസ നമ്മൾക്ക് കിട്ടി കഴിയുമ്പോൾ പിന്നെ ആ ഡെബിറ്റ് ബാലൻസ് കാണിക്കേണ്ട കാര്യമില്ല, ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക 2,500 and remaining will be credited to the equity shareholders because he is no longer my receivable. അയാൾ പൈസ തന്ന് 41.67. And finally, if you want, you can record the P&L entry also, not a compulsion. Company accounts P&L legal transfer entry compulsion ആയിട്ട് പറയുന്നില്ല. പക്ഷെ എങ്ങാനും എഴുതുകയാണെങ്കിൽ how will you record? Interest on calls in advance is an expense. So expense ആണെങ്കിൽ P&L അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. P&L account debit 750 to interest on calls in advance. Interest on calls in arrears is an income. So you will credit P&L account and debit the ledger to close it. So interest on calls in arrears account debit 41.6. ഈ ഒരു എൻട്രി ആണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് എൻട്രി കമ്പനി അക്കൗണ്ട്സിന് P&L ട്രാൻസ്ഫർ ഒന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. ചെയ്തത് കൊണ്ട് തെറ്റൊന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് റവന്യൂ നേച്ചറിലുള്ളത് കാരണം we have done correctly. So with that we complete the calls in arrear and calls in advance and its related interest computation. So till we meet again, stay safe.